ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കവയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ആനക്കല്ലിലോട്ട് യാത്ര പോവാണ്. നെക്സ്റ്റ് നമ്മൾ അവിടെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ആനക്കല്ല് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു സ്റ്റോപ്പല്ല, ഒരു ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ വലിയകാട്. അതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന വലിയകാടാണ്. അവിടെയാണ് ഈ ഒരു തോട് കാണുന്നത്. നല്ല മലയിൽ നിന്ന് വരുന്ന നേരെയുള്ള വെള്ളമാണ്, പ്യുവർ വാട്ടറാണ്. ജസ്റ്റ് നമുക്കൊന്ന് എന്തായാലും ഒന്ന് റീഫ്രഷൊക്കെ ആവാനും വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കട്ടെ വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലം വരെ നമുക്ക് കവയിൽ നിന്ന് യാത്ര ചെയ്യാണ്ട്. ഏകദേശം അവിടെ നിന്ന് അങ്ങോട്ട് 9 കിലോമീറ്ററോളം വരും. അതിൽ 80% നല്ല റോഡ് തന്നെയാണ്. ഒരു 20% നമുക്കൊരു ഓഫ് റോഡ് പോലെ വരുന്നുണ്ട്. ധാറിങ്ങൊന്നുമില്ല. അത് പ്രളയത്തിലൊക്കെ പോയ സ്ഥലങ്ങളാണ് റോഡുകളൊക്കെ. അപ്പോൾ അതൊന്നും റീഡാറൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പ്രദേശവാസികളൊക്കെ പറഞ്ഞത്. എന്താ വെള്ളം വന്നു കഴിഞ്ഞാൽ കുത്തിയൊലിച്ച് പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ സമയമായിക്കഴിഞ്ഞാൽ ചൂടുണ്ടാകുമോ എന്നുള്ളതൊന്നും അറിയില്ല അവിടെ. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലൈമറ്റ് തന്നെയാണ്. ഒന്നാമത് കാർമേഘം മൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് അവിടെ ആനക്കല്ലൊക്കെ എന്താണ് അവസ്ഥ എന്നറിയില്ല. കാരണം അങ്ങനെ നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി, നല്ല തണുത്ത വെള്ളം തന്നെയാണ്. അവിടുന്ന് നമ്മൾ ഇനി നേരെ ആനക്കല്ലിലോട്ട് പോവാണ്. നമ്മളെ ബൈക്ക് ഇവിടെ നിർത്തിന്. അപ്പോൾ നല്ല കാണാൻ പറ്റിയ ഒരുപാട് കൃഷികളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. പിന്നെ അടുത്ത സ്ഥലമാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഇതുള്ളത്. നമ്മൾ ആനക്കല്ല് എത്തുന്നതിൻ്റെ മുന്നേ 2 ഇതേപോലുള്ള പ്രധാന തോടുകൾ കാണും. അരുവികൾ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്, ചെറുത്. പക്ഷേ ഇങ്ങനത്തെ ഇത്രയും വീതിയിൽ വരുന്നത് ഇങ്ങനെയുള്ളൂ. ഇത് നമ്മളെ പ്രളയത്തിന് സംഭവിച്ചാണ് ഇത്രയും വീതിയൊന്നും ഈ തോടുകൾക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ഇതാണ് വരുന്നത്. ഒരു പുഴ പോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുഴയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറുപുഴ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോർഡൊക്കെ. നോക്കി നമ്മളൊരു 360 ഒരു വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആനക്കല്ല് പോണീൻ്റെ ഇടയിൽ 1-2 സ്ഥലങ്ങൾ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. നമ്മൾ ഏകദേശം ആനക്കല്ല് എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞ കുറച്ച് ഒരു ഏരിയ ഇതുണ്ട്, ഓഫ് റോഡ് ഉണ്ട്, ഗട്ടറാണ്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാനുള്ളൂ. അതിന് മാത്രം ഏരിയ ഇല്ല. അതേപോലെ തന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ബൈക്കൊക്കെ സുഖമായിട്ട് തന്നെ കടന്നു പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ആനക്കല്ല് എത്തിയിട്ട് ഉള്ള വിശേഷങ്ങളൊന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പാലക്കാടുള്ള ആൾക്കാർ തന്നെയുണ്ട്. 2-3 ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരാളാണ് നമ്മളെ ഫ്രണ്ട് ഉള്ളത്. ബാക്കി 2 പേര് അവൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്യണം ജസ്റ്റ്. അപ്പോൾ ബാക്കി വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ഓക്കെ.
ഒക്കെ നല്ല എന്താ പറയുക നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ വരിക, നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പോകുക. ഒരു പ്രാവശ്യങ്ങളും പാലക്കാടാണ്, അധികം ദൂരമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ. നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഒന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഫാമിലി ആയിട്ടോ എങ്ങനെയും വരാം, സോളോ ട്രിപ്പിനൊക്കെ അങ്ങനെ വരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പ്ലേസാണ്. ആരും എന്താ പറയുക ഒരു മോറൽ പോലീസിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അത്ര ആൾക്കാരും ഇവിടെ ഇല്ല. ആർക്ക് വന്നിട്ടും എന്ത് ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ പോകാൻ പറ്റിയ നല്ല വൈഡായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ മറന്നൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ഇട്ടൊരു സൈറ്റും കൂടിയാണ് കവയും അതേപോലെ ആനക്കല്ലൊക്കെ. മൃഗയ, ഒടിയൻ, സ്നേഹവീട്, അതേപോലെ തന്നെ കൺമതം, ഇതൊക്കെ ഈ സിനിമകൾക്കൊക്കെ ഇവിടെ ചില ഭാഗങ്ങൾക്ക് വേണ്ടി ലൊക്കേഷൻ ചെയ്തിട്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇത്രയും നേരം ഡ്രൈവിങ്ങിൽ തന്നെയാണ്. നേരെ സ്ട്രൈറ്റ് പാത്താണ് വരുന്നത്. നേരെ നമ്മൾ പുഴയിലാണ് ഇത് എൻഡ് ആവണത്. ഓക്കെ, കണ്ടോ, ഇതുവരെ നമുക്ക് വണ്ടി ഓടിച്ചാണ്ട് എത്തിക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വാഹനങ്ങളൊക്കെ കഴുകിയിട്ടൊക്കെ വൃത്തികേടാക്കണൊക്കെ ഉണ്ട്. അതിനോടൊന്നും നമ്മൾ യോജിക്കണില്ല, ഒരിക്കലും യോജിക്കില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. സിനിമൻ്റെ ചെറിയ ഇതൊക്കെ ചെയ്യുന്ന ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ, സിനിമ ഷൂട്ടിങ് ചെയ്യണവരുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിവിടെ ഡീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കാറുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇവിടെ സ്ഥിരം ചെയ്യണം കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ. അതിനൊക്കെ ഇവിടെ നല്ല വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മളെ കാറ് ക്രെറ്റയാണ് ഇതിങ്ങനെ ഡ്രില്ല് ചെയ്യണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലെഫ്റ്റ് റൈറ്റ് റോഡ് കണ്ടില്ല, അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ഇതിൻ്റെ സെൻറ്ററിലൂടെ അരുവികളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിതിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാം. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ പോകാം. പിന്നെ മറ്റുള്ള വഴികളിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചതുപ്പ് പ്രദേശം ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കണം. വണ്ടിയൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഹെൽപ്പിനൊന്നും ചിലപ്പോൾ ആരും കിട്ടിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ കുറച്ച് നേരം ആയിക്കണ വെയിലൊക്കെ കൊള്ളാൻ തുടങ്ങിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മുഖമൊക്കെ കഴുകുക. നല്ല വെള്ളം തന്നെയാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ ഇനി പോകണം. നമ്മൾ അമ്പലക്കല്ല് പോവും. പിന്നെ അവിടെ നമ്മൾ നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരായിട്ട് മലമ്പുഴ ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള വിഷ്വൽസ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അവരെയൊക്കെ പറഞ്ഞയച്ചു. നമ്മളിങ്ങനെ പോരാണ്. അവർ ഈ റൂട്ടിൽ തന്നെയാണ് പോയത്. അവർ നമ്മളെ കുറച്ച് ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. അമ്പലക്കല്ലാണ്. അവിടെ നേരെ ലെഫ്റ്റ് കയറാം. പിന്നെ 4 കിലോമീറ്റർ ഉണ്ട് മലമ്പുഴ ഡാമിൻ്റെ അങ്ങോട്ട്, ടൗണിൻ്റെ അങ്ങോട്ട്. ആ റോഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും നല്ല അടിപൊളി വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് നമ്മളെ ഈ ഇതിൻ്റെ ആനക്കല്ലിൻ്റെ തന്നെയാണ് കാണുന്നത്, വ്യൂ പോയിൻറ്റുകൾ തന്നെയാണ് കാണുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ മലകളാണ് വരുന്നത്. നമ്മൾ നല്ല ആസ്വദിച്ച് തന്നെ ഇതിലൂടെ റൈഡ് ചെയ്ത് പോകാം. ഓക്കെ, പിന്നെ വീതി കുറഞ്ഞ റോഡുകളാണ് വരുന്നത്. അതപ്പോൾ തന്നെ ശ്രദ്ധിച്ചു പോവുക. നല്ല ചില വണ്ടികളൊക്കെ നല്ല സ്പീഡായിട്ട് വരുന്നുണ്ടാവും. ഈ പ്രദേശവാസികളുടെ വണ്ടികളൊക്കെ നല്ല സ്പീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോ കണ്ടു പോകുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലുള്ള വ്യൂ ആണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഈ 4 കിലോമീറ്ററോളം നമുക്ക് ഇതേപോലുള്ള വ്യൂ തന്നെയാണ് 2 സൈഡിലും കാണാൻ പറ്റുന്നത്. ഈ സൈഡിലും മലകൾ തന്നെയാണ്. ഇവിടെ പിന്നെ വെള്ളം കൂടി കൂടുതൽ കാണാമെന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡ് തന്നെയാണ് മനോഹരമായിട്ട് വരുന്നത്. നമുക്ക് ഡാമിൻ്റെ അടുത്തെത്തും തോറും കൂടുതലായിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ പോകാം. ഏകദേശം നമുക്ക് ഇവിടുന്ന് ഇനിയൊരു 95 കിലോമീറ്ററോളം ഇവിടുന്ന് നമ്മളെ നാട്ടിലേക്കുണ്ട്. 2-2.5 ആകുമ്പോൾ നമുക്ക് റീച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരിക്കൽ കൂടി നമ്മളെ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുകൂടി നമ്മളെ മുന്നോട്ടുള്ള യാത്രകൾക്കൊരു പ്രചോദനമാണ്. ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഈ വീഡിയോ സൈനപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഓക്കെ.